Watch full episodes on Jio Hotstar. ഇതെന്താ പെട്ടെന്നൊരു ഭൂകമ്പം? ഓടിക്കോ ഓടിക്കോ! ഇല്ല, ഓടിക്കോ! രക്ഷിക്കണേ! എന്നോ എന്താ ഇത്? എല്ലാരും ബോട്ട് മുറുക്കി പിടിച്ചോളൂ. അല്ല, ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിന്നാ തോന്നുന്നേ. ചിങ്കം സാറെ, നിങ്ങൾ പെട്ടെന്ന് മൂടിനെ അപ്രത്യക്ഷമാക്കിയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാത്തിനും നീയാണ് കാരണമല്ലേ? ഞങ്ങൾ തന്നെ വെറുതെ വിടത്തില്ല. അതെ, നിങ്ങളെന്തായി കാണിക്കുന്നത്? ഞാനിവിടെ മാജിക് ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ നേരം പോക്കനെ എന്തൊക്കെയോ. അതെ കൂട്ടുകാരെ, ഒന്ന് നിർത്ത്. അവിടെ ആരോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. വരൂ, നമുക്ക് നോക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ! രക്ഷിക്കണേ! ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ! ഹെൽപ്പ്! മോട്ടു, തയ്യാറായിക്കോ? Yes, Patlu. മോട്ടു പത്ലു എത്തിയല്ലോ. ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. പട്ലു, പിടിച്ചോ. യെസ്, കലക്കി. പട്ലു, come on. യെസ് മോട്ടു. യെസ് പട്ലു. ഹേയ്, താങ്ക് യു വെരി മച്ച് മോട്ടു പത്ലു ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. അബ്രകഡബ്ര, ഗിലിഗിലി ചൂച്ചു. അബ്രകഡബ്ര, ഗിലിഗിലി ചൂച്ചു. ഇതെന്താ റിപ്പയർ ആയി പോയിരിക്കാണോ? ചിങ്കം ദ മാജീഷ്യൻ. മൂട് കാണാതാവുന്നതിന് മുമ്പ് ഭൂമിയിലെ ഭൂമി കുലുക്കം, വെതർ ചേഞ്ച്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഭൂമി മൊത്തം നശിക്കും. എങ്ങനെയെങ്കിലും മൂടിനെ കണ്ടുപിടിച്ചേ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാന്നേ. ഈ ഗ്രേറ്റ് ചിങ്കം സാറാണ് ഗിലിഗിലി ചൂച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ നിലാവിനെ കാണാതെയാക്കിയത്. അദ്ദേഹം വീണ്ടും മാജിക് ചെയ്ത് നിലാവിനെ തിരിച്ചു കൊണ്ടുവരും. എന്റെ അമ്മോ, നിലാവിനെ കാണാതെയാക്കിയത് ഞാനല്ല. ഞാനിപ്പോ സ്വയം കാണാതെയായി പോയിക്കോട്ടെ. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാണ്. എടോ ഗസിറ്റ, ഇത് കളിക്കാനുള്ള സമയമൊന്നും അല്ല. പത്ലു, എന്റെ സുഹൃത്തെ, നീ വായോ, നമുക്ക് ചെന്ന് മൂണിനെ തിരയാം. പക്ഷെ അതിനു മുമ്പ് ഈ മൂൺ എവിടെയാ പോയെന്ന് നമുക്കെങ്ങനെ അറിയാം? വീണ്ടും ഭൂകമ്പം വന്നോ? The king of Chaitu Forest, the king of Chai and the universe. Mighty, mighty Magnetar, ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. Mighty Magnetar വിജയിക്കട്ടെ. Mighty Magnetar വിജയിക്കട്ടെ. Mighty Magnetar വിജയിക്കട്ടെ.
ഗ്യാങ്നത്തോറസിലെ ആളുകളെ ഞാൻ എല്ലായ്പ്പോഴും ഒരു സ്വപ്നം കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിലാവിനെ പിടിച്ച് എന്റെ കിരീടത്തിൽ വെക്കുന്നതായിട്ട്. ഇന്ന് എന്റെ ആ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. ഇതാ കിട്ടിയിരിക്കുന്നു നിലാവ്. Mighty Magnetor വിജയിക്കട്ടെ. Mighty Magnetor വിജയിക്കട്ടെ. എന്നാ ഇത് പിടിക്കൂ. തന്നോളൂ. ഇതിന്റെ അഭിനന്ദനങ്ങളെല്ലാം എന്റെ സുഹൃത്തും പങ്കാളിയുമായ വൈസറിനാണ് ലഭിക്കേണ്ടത്. വൈസറിനാൽ വാഴട്ടെ. വൈസറിനാൽ വാഴട്ടെ. വരൂ, എന്റെ അടുത്തേക്ക് വരൂ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ? നീ അതങ്ങ് വിശ്വസിച്ചോ? എനിക്കെന്താ ഒരു തമാശ പോലും പറയാൻ പറ്റില്ലേ? ഇവിടുന്ന് കടന്നു പോടാ. ഈ മാഗ്നത്തോർസിൽ ആർക്കെങ്കിലും ജയ് ജയ് വിളിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിരിക്കണം. Mighty Magnetor വിജയിക്കട്ടെ. Mighty Magnetor വിജയിക്കട്ടെ. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ കൂട്ടാളി, നമ്മുടെ വൈസർ എന്റെ ആജ്ഞപ്രകാരം എന്റെ ആവശ്യങ്ങളെല്ലാം അതേപടി അനുസരിച്ചിരിക്കുന്നു. രാവും പകലും കഷ്ടപ്പെട്ട് സവിശേഷമായ ഒരു സ്റ്റോൺ എന്റെ ദണ്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിലുള്ള എല്ലാ പവറും ഈ ദണ്ടിലൂടെ സഞ്ചരിച്ച് സ്റ്റോണിലേക്കാണ് എത്തുന്നത്. അങ്ങനെ എന്റെ ശക്തിയെല്ലാം ഈ സ്റ്റോണിലേക്ക് എത്തി 100 മടങ്ങായി മാറും. ഇനി ഏതൊരു പ്ലാനറ്റിനെ ചെറുതാക്കി നമ്മുടെ പക്കലേക്ക് എത്തിക്കാൻ കഴിയും. നമുക്കിനി എന്തും ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായത്. ഇത് മേലെയാണെന്നേ. പൊളിക്കത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇത്രയും വലിയ ഫ്ലവറോ? ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ പോലും ചെറിയ കുട്ടിയെ പോലെ. നമ്മുടെ സൈസ് കുറഞ്ഞു പോയടാ. നമ്മളിപ്പോ എന്ത് ചെയ്യും പറ? നമ്മുടെ സൈസ് ഒരേപോലെ തന്നെയാണ് മോട്ടു. ഇവിടെയുള്ള ഈ മരങ്ങളുടെയും ചെടികളുടെയും സൈസാണ് ആ ജന്തുവിനെ പോലെയുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ എന്ത് ജോലിക്കാണ് വന്നത് അതാദ്യം ചെയ്യാൻ പോയോ? ആ, പറഞ്ഞത് ശരിയാണ് ഡോക്ടർ ജഡ്ക. വരൂ, നമുക്ക് അവനെ തെരഞ്ഞു നോക്കാം. ശരിയാ പട്ലോ. കൂട്ടുകാരെ, നല്ലോണം നോക്ക്. മൂണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് ഇവിടെ തീർച്ചയായും കിട്ടും. സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ കിടന്ന് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, അറിയോ? എല്ലാരും സൂക്ഷിച്ചു വായോ. ഈ സ്ഥലം അടിപൊളിയല്ലേ? എന്ത് നല്ല കാഴ്ചയത്. എന്റെ അമ്മോ, ഇത്രയും വലിയ ഫ്ലവറോ? ഇതിന് ഫ്ലവർ എന്നല്ല, സ്ലൈഡ് എന്ന് പറയണം. എല്ലാരും എന്റെ പിറകെ കൂടെ വന്നോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. വരൂ 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 സുഹൃത്തുക്കളെ. ഗസിറ്റ പേടിക്കണ്ട. എന്റെ ഒരു കാല് മാത്രം മുന്നോട്ട് വെക്ക്. അതിനുശേഷം താഴെ വന്നോളൂ. ആണോ? ശരി. രക്ഷപ്പെട്ടു. എന്നെ നീ മരത്തിൽ തേച്ചൊട്ടിച്ചല്ലോടാ. എന്നെ കൊണ്ട് വയ്യ. ഫ്രാൻസ്, ഒന്ന് വേഗം വാ. ഇതെന്താ സാധനം? കൊള്ളാലോ. ഇതില് കളിക്കാൻ നല്ല രസമായിരിക്കും. ഹായ് ഹായ്, ഈ ഊഞ്ഞാല് അടിപൊളിയാണല്ലോ. ഓ, എന്ത് സുഖാ. ഇത് തരിച്ച് എന്നെ ആട്ടിത്തരുന്നുണ്ട് കേട്ടോ. ഓ, മോട്ടു, പിന്നില് നോക്ക്. അയ്യോ, ഇത്രയും ആപത്തുള്ള പൂച്ചയോ? പൂച്ചേ, അങ്ങോട്ട് പോ. ഇത് മുഴുവൻ കമ്പനിയും തിന്നു തീർത്തല്ലോ. ഓടിക്കോ.
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ പൂച്ചേട്ടാ, ഞാൻ അറിയാതെ ചെയ്തതാ. എന്നെ ഒന്ന് വിട്ടേക്ക്. ഞാനിങ്ങനെ ഒരിക്കലും ഇനി ചെയ്യില്ല. മോട്ടു വേഗം ഓടിക്കോ ഇവിടുന്ന്. എല്ലാവരും വേഗം ഓടിക്കോ, വേഗം ഓട്. ഇത്രയും നേരം നമ്മുടെ പുറകെ ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പൂച്ചകൾ എവിടുന്നാണോ കയറി വന്നേ? അതേ പത്രു, ഓടി രക്ഷപ്പെടാം. ആ പൂച്ചകൾ നമ്മുടെ പിന്നിൽ നിന്ന് പോകുന്നില്ലല്ലോ പത്രു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മ, ഇവിടെ ഇളനീരും ഒരുപാട് വലിപ്പമുള്ളതാണല്ലോ ഉള്ളത്. ഇളനീർ പട്ടാളമേ, ആ ജന്തുവിനൊന്ന് വേഗം പോയി നിർത്ത്. എന്റെ അമ്മോ, സ്റ്റാൻഡ് വിട്ടോ. ഓടിച്ചേർത്തല്ലോ, ഇനിയിപ്പൊ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഇവിടെ മൊത്തം വെള്ളമാണല്ലോ കാണുന്നത്. ഏയ് മാറ് മാറ്, ഞാനൊന്ന് പോയിക്കോട്ടെ. എന്റെ അമ്മോ, ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾ രക്ഷപ്പെട്ടു. യജ്ഞോതോറസ് നിവാസികളെ, ഇന്ന് മൈറ്റി മാഗ്നത്തോറിന് പുതിയ മകുടം ചാർത്താൻ പോവുകയാണ്. അതില് മൂൺ പതിച്ചിട്ടുണ്ട്. നമ്മുടെ കഠിന അധ്വാനവും നമ്മുടെ സ്നേഹവും കൊണ്ട് ഈ മകുടം, എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ ഓൾ മൈറ്റി മാഗ്നത്തോറിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ഈ മകുടം നിർമ്മിച്ചിരിക്കുകയാണ്. മൈറ്റി മാഗ്നത്തോർ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആ മകുടം നിർമ്മിച്ചിരിക്കുന്നു. കിരീടം എടുത്തുകൊണ്ട് വരൂ ബേട്ടോപ്പേ. മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോർ, ഒരുപാട് കൊച്ചു കൊച്ചു മനുഷ്യന്മാർ നമ്മുടെ മാഗ്നത്തോറസിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു. അവർ എവിടെ നിന്നാണ് വന്നതെന്ന് യാതൊരു പിടിയുമില്ല. ഞാൻ അവരെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർ രക്ഷപ്പെട്ടു. എന്ത്, നീ നിനക്ക് പറ്റിയ തെറ്റേറ്റ് വരാൻ വന്നതാണോ? 2 തെറ്റിനുള്ള ശിക്ഷ നിനക്ക് നൽകുന്നതായിരിക്കാം. 2 കുറ്റങ്ങളോ? ഞാൻ അങ്ങനെ എന്ത് ചെയ്തു മാഗ്നത്തോർ? വന്ന് കയറിയപ്പോൾ നീ എന്നെ ബഹുമാനത്തോടെ അല്ല വിളിച്ചത്. മൈറ്റി മാഗ്നത്തോർ വിജയിക്കട്ടെ എന്ന് പറഞ്ഞില്ല. രണ്ടാമത് നീ അവരെ രക്ഷപ്പെട്ടോടാൻ അനുവദിച്ചു. വളരെ വലിയ തെറ്റുകളാണ് നീ ചെയ്തിരിക്കുന്നത്. അരുത്, ഓടിക്കോ. കടന്നു പോടാ ഇവിടെ. ഞാൻ ഇവിടുന്ന് പോയേക്കാം, എന്നെ വിട്ടേക്കോ. അവർ നല്ല സമയത്താണ് എത്തിയിരിക്കുന്നത്. അവർ ഉറപ്പായിട്ടും ഭൂമിയിലെ മനുഷ്യരായിരിക്കും. അവര് നിലാവിനെ തേടി വന്നതായിരിക്കും. വരട്ടെ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ബേട്ടാപ്പേട്ട് ചെല്ലേ, എന്നിട്ട് ആ ഭൂമിയിലെ മനുഷ്യരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. പൊളിച്ചെത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു ബോട്ടിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഞാൻ. പട്ലു, അങ്ങോട്ട് നോക്കിയേ. ഈ നാട്ടിലെ പട്ടികൾ വരെ പറന്നാ വരുന്നേ. അതെന്താണെങ്കിലും നമുക്ക് അപകടമാണ്. വേഗം മുമ്പിലേക്ക് പോകാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. ഇതേതോ ഡേഞ്ചറസ് പക്ഷിയാന്നാ തോന്നുന്നത്. വിട്ടോ. അയ്യോ, അത് നമ്മുടെ അടുത്ത് വരുന്നു. വേഗം പോ, വേഗം പോ, വേഗം ആവട്ടെ.
കൺമുമ്പിൽ ഇതാ വെള്ളച്ചാട്ടം. ഇനി ആ പക്ഷിക്ക് നമ്മളെ എങ്ങനെ പിടിക്കാൻ കഴിയും? ഓടിക്കത്തല്ല ചിങ്കം സാർ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ വീണാലും കുടുങ്ങിപ്പോകും. ആ പക്ഷി നമ്മളെ പിടിച്ചാലും നമ്മൾ കുടുങ്ങിപ്പോകുന്നേ. എന്ത്? വെറും വയറ്റിലെനിക്ക് ഐഡിയ ഒന്നും വല്ലെന്ന് നിനക്ക് അറിയില്ലേ? പെട്ടെന്ന് ആലോചിച്ചെങ്കിലും പറയേ. ഐഡിയ. ചിങ്കം സാറും ഗസീറ്ററാമും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇലയെ മുറുക്കെ പിടിച്ചോളൂ. മോട്ടുവും ഞാനും ഞങ്ങളുടെ എന്റെ മുറുക്കെ പിടിച്ചോളാം. പക്ഷെ ഞാൻ എവിടെയാ പിടിക്കേണ്ടത് പറഞ്ഞില്ലല്ലോ എന്റെ അമ്മ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ എന്റെ അമ്മ, ബേർഡ് വരുന്നല്ലോ. വേഗം വിട്, റൈറ്റിലോട്ട് പോ, റൈറ്റിലോട്ട്. ഒന്ന് വേഗം റൈറ്റ്. അയ്യോ എന്റെ അമ്മ. ചേട്ടാ, അതിന്റെ റൈറ്റ് അല്ല, നമ്മുടെ റൈറ്റാ ഞാൻ നിങ്ങളെ തിരിയാൻ പറഞ്ഞത്. ലെഫ്റ്റിലോട്ട് പോ, നമ്മൾ രക്ഷപ്പെട്ടേ. അയ്യോ, അത് വീണ്ടും വരുന്നുണ്ടല്ലോ. ഓടിക്കോ. നമ്മള് വിജയിച്ചേ. എന്റെ അമ്മ, തിരിച്ചു വരുന്നുണ്ടല്ലോ. മാത്രല്ല അതിന് നല്ല ദേഷ്യമുണ്ട്. രക്ഷിക്കേ. അയ്യോ, പക്ഷി നമ്മളെ എങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്നേ? Watch India's largest kids library only on Jio Hotstar. Download the app now.